പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കൊടുമ്പിരി കൊള്ളുമ്പോൾ രാജ്യത്തെ ഞെട്ടിക്കുന്ന ഗുരുതര അഴിമതികളെക്കുറിച്ചും അനീതികളെക്കുറിച്ചും സഭയിൽ ഉത്തരം പറയാനാകാതെ ഓളങ്ങളിൽപ്പെട്ട് ഉഴലുകയാണ് കേന്ദ്ര ഭരണകൂടം. വിദ്യാർത്ഥികളുടെ ജീവിതം വെച്ച് കളിച്ച നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും അതിനെതിരെ സമരം ചെയ്ത യുവതിയെ പോലീസിനെ വിട്ട് തല്ലിച്ചതച്ചപ്പോഴും ഉത്തരം നൽകേണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സഭയിൽ നിന്ന് ഒളിച്ചോടുകയാണ്. ഈ ഒരു ഒളിച്ചുകളിക്കിടയിലാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ കത്തിപ്പടർന്ന താണ്ഡവം രാജ്യം കണ്ടത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ പേരിൽ നടന്ന കോടികളുടെ സംഭാവന തട്ടിപ്പും നീറ്റ് ക്രമക്കേടുകളും സഭയിൽ തുറന്നടിച്ചപ്പോൾ ബി.ജെ.പിയുടെ ഉറക്കം കെട്ടു. ഉത്തരം മുട്ടിയപ്പോൾ ബി.ജെ.പിയും അവരുടെ ഭരണകൂടവും ഇറക്കിയിരിക്കുന്ന അവസാന തന്ത്രമാണ് ഭീഷണിയും പ്രതികാര കേസുകളും. അയോധ്യയിൽ ഭക്തർ നൽകിയ സംഭാവനകൾ വെട്ടിച്ചു എന്ന ഗുരുതര ആരോപണം രാജ്യം ചർച്ച ചെയ്യുമ്പോൾ അതിലെ സത്യം പുറത്തു കൊണ്ടുവരാൻ പാർലമെന്റിലെ മകരദ്വാറിന് മുന്നിൽ പ്രതിപക്ഷം ഒരു പ്രതീകാത്മകമായിട്ടുള്ള പ്രതിഷേധ നാടകം സംഘടിപ്പിച്ചു. സ്വതന്ത്ര എം.പി പപ്പു യാദവ് കാവ്യ വസ്ത്രമണിഞ്ഞ് പുരോഹിതനായി എത്തി സംഭാവന പെട്ടിയിലിടുന്ന പണം പോക്കറ്റിലാക്കുന്നതായിട്ട് കാണിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയും മറ്റ് നേതാക്കളും അതിൽ പങ്കാളികളായി. അയോധ്യയിലെ ഭക്തരുടെ പണം എങ്ങോട്ട് പോകുന്നു എന്ന പച്ചയായ സത്യമാണ് പ്രതിപക്ഷം അവിടെ തുറന്നു കാട്ടിയത്. എന്നാൽ ഈ ഒരു രാഷ്ട്രീയം തൊണ്ട തൊടാതെ വിഴുങ്ങിയ ബി.ജെ.പി പോലീസിനെയും സന്യാസിമാരെയും മുൻനിർത്തി രാഹുൽ ഗാന്ധിക്കും മറ്റ് എംപിമാർക്കുമെതിരെ കേസെടുപ്പിച്ചിരിക്കുകയാണ്. യു.പിയിലെ വാരണാസിയിലെ പോലീസ് സ്റ്റേഷനിൽ കാശി സോൺ ഡി.സി.പി ഗൗരവ് ബൻസവാളിന്റെ നേതൃത്വത്തിൽ കേസെടുത്തിരിക്കുകയാണ്. സനാതന ധർമ്മത്തെ അപമാനിച്ചു എന്നാണ് പറഞ്ഞത്. മതവികാരം വ്രണപ്പെടുത്തി എന്നൊക്കെയുള്ള പതിവ് ക്യാപ്ഷനുകളുമായിട്ടാണ് കേസ് ഉള്ളത്. ഇതേ നാടകം തന്നെ ഡൽഹിയിലെ ജഹാംഗീർപൂരി പോലീസ് സ്റ്റേഷനിലും ബി.ജെ.പി നേതാക്കൾ ആവർത്തിച്ചിട്ടുണ്ട്. അഴിമതി തുറന്നു കാട്ടിയാൽ അത് മതവികാരം വ്രണപ്പെടുത്തൽ ആകുന്നത് എങ്ങനെയാണ്? രാമക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ കൊടുത്ത പണത്തിന് രസീത് നൽകുന്നില്ല, തെളിവുകളായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നു എന്ന് സമാജ്വാദി പാർട്ടി എംപിമാർ സഭയിൽ അലറി വിളിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ ധൈര്യമില്ലാത്തവർ കേസിന്റെ പുറകെ പോവുകയാണ്. പ്രതിപക്ഷ ശബ്ദങ്ങളെ കേസുകളിൽ കുടുക്കി അയോഗ്യരാക്കി പുറത്താക്കുക എന്നത് ബി.ജെ.പിയുടെ സ്ഥിരം ചവിട്ടുപടിയാണ്. ഇതിനു മുമ്പ് നമ്മൾ ഇത് കണ്ടതാണ്. 2019 ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ പേരിൽ ഗുജറാത്തിലെ സൂറത്ത് കോടതിയെ കൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം അടിയന്തരമായിട്ട് റദ്ദാക്കി സഭയിൽ നിന്ന് ഇറക്കിവിട്ട ചരിത്രം കേന്ദ്ര സർക്കാരിനുണ്ട്. അന്ന് മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ സുപ്രീം കോടതി വന്ന് ബി.ജെ.പിയുടെ മുഖത്തടിച്ച പോലെയുള്ള വിധി നൽകിയപ്പോഴാണ് രാഹുലിന് പാർലമെന്റിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത്. അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടിയ തിരിച്ചടി മറന്നുപോയോ ബി.ജെ.പി? അന്ന് താഴ്ന്ന കോടതി വഴി നടത്തിയ അതേ തരം താഴ്ന്ന കളി ഇന്ന് വാരണാസി പോലീസിനെയും മുൻനിർത്തി വീണ്ടും ആവർത്തിക്കുകയാണ്. പക്ഷെ ഒരു കാര്യം ബി.ജെ.പിയും അവരുടെ പോലീസും മനസ്സിലാക്കണം. അഴിമതിക്കെതിരെ ചോദ്യം ചോദിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തലല്ല, രാജ്യത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന ഭരണകൂടത്തിന്റെ കപടമുഖം വലിച്ചു കീറുക എന്നത് ഏതൊരു പ്രതിപക്ഷത്തിന്റെയും അവകാശവും കടമയുമാണ്. കേസുകൾ കാട്ടി പേടിപ്പിച്ച് രാഹുൽ ഗാന്ധിയുടെയും പ്രതിപക്ഷത്തിന്റെയും വായടപ്പിക്കാമെന്നത് ബി.ജെ.പിയുടെ വെറും വ്യാമോഹം മാത്രമാണ്. അത് നടക്കില്ല. ചോദ്യങ്ങൾ ഉയരുക തന്നെ ചെയ്യും, ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. അതിനൊക്കെ മറുപടി നിങ്ങൾ പറയണം.